ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മാറ്റിയ അസാധാരണമായ നടപടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. പത്രിക നൽകി മണിക്കൂറുകൾക്കകം ബി.ജെ.പി സ്ഥാനാർത്ഥി അഭിഷേക് കുമാർ സിൻഹ പിന്മാറുകയും പകരം യുവമോർച്ച നേതാവ് നീരജ് കുമാർ സിൻഹയെ പുതിയ സ്ഥാനാർത്ഥിയായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഔദ്യോഗികമായി വ്യക്തിപരമായ കാരണങ്ങളാണ് പിന്മാറ്റത്തിന് പിന്നിലെന്ന് വിശദീകരിക്കുമ്പോഴും ബി.ജെ.പി ക്യാമ്പിലെ വലിയ അങ്കലാപ്പിലേക്കും പരാജയ ഭീതിയിലേക്കുമാണ് ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ പെട്ടെന്നുള്ള സ്ഥാനാർത്ഥി മാറ്റത്തിന് പിന്നിൽ ബി.ജെ.പി ഭയക്കുന്ന വ്യക്തമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കാലിത്തീറ്റ കുംഭകോണ കേസിൽ അഭിഷേക് കുമാറിന്റെ അടുത്ത ബന്ധു ശിക്ഷിക്കപ്പെട്ട ചരിത്രമുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നുമുള്ള ഭയമാണ് ബി.ജെ.പി നേതൃത്വത്തെ ഈ അവസാന നിമിഷത്തെ തിരുത്തലിന് പ്രേരിപ്പിച്ചത്. നിതീഷ് കുമാറിന്റെ വസതിയിൽ എൻ.ഡി.എ മുന്നണി യോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ നാടകീയമായ പിന്മാറ്റം ഉണ്ടായത് എന്നും ശ്രദ്ധേയമാണ്. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് പ്രാദേശിക നേതാക്കളുടെ തീരുമാനങ്ങൾ വെട്ടിത്തിരുത്തുകയായിരുന്നു എന്നാണ് ഈ നീക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഈ വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബി.ജെ.പി നേതൃത്വം ഭീഷണിപ്പെടുത്തിയാണ് അഭിഷേക് കുമാറിനെ കൊണ്ട് പത്രിക പിൻവലിപ്പിച്ചത് എന്ന് ആർ.ജെ.ഡി ആരോപിക്കുമ്പോൾ മുതിർന്ന നേതാക്കളുടെ താൽപര്യങ്ങൾ കേന്ദ്ര നേതൃത്വം ബലമായി തിരുത്തിയതിന്റെ തെളിവാണ് ഇത് എന്ന് കോൺഗ്രസ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വന്തം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വ്യക്തതയില്ലാതെ ബി.ജെ.പി നേതൃത്വം ഉലയുന്ന കാഴ്ച കൂടി ബങ്കിപ്പൂരിൽ നിന്നും കാണാം. എല്ലാത്തിലുമുപരി ഇത്തവണ ബങ്കിപ്പൂരിലെ പോരാട്ടം ബി.ജെ.പിയുടെ പരമ്പരാഗത കോട്ടകൾ ഉലക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻസുരാജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ ഇതാദ്യമായി നേരിട്ട് ഗോദയിൽ ഇറങ്ങുന്നത് ഈ മണ്ഡലത്തിലാണ്. പ്രശാന്ത് കിഷോറിന്റെ ശക്തമായ സാന്നിധ്യവും അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികളും എൻ.ഡി.എ ക്യാമ്പിൽ വലിയ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. പരാജയഭീതി പൂണ്ടാണ് ബി.ജെ.പി അവസാന നിമിഷത്തിൽ ഈ അങ്കലാപ്പ് കാണിക്കുന്നത് എന്നും അവരുടെ കോട്ട തകരുമെന്നും ഉറപ്പായും പ്രശാന്ത് കിഷോർ പരിഹസിക്കുകയും ചെയ്തു. പത്രിക സമർപ്പിച്ച ശേഷം സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്ന ബി.ജെ.പിയുടെ ഈ പ്രതിരോധം വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ അവർക്ക് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്.